ഈ ജിനു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിരവധി പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാതികളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെയുള്ള ശരിക്കും പറഞ്ഞാൽ വലിയൊരു ക്യാമ്പയിൻ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് തന്നെ 50ഓളം പേര് തട്ടിപ്പിനിരയായ 50ഓളം പേർ ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ആൾക്കാർ ശരിക്കും തട്ടിപ്പിന് ഇരയായതുകൊണ്ട് തന്നെ അവരാരും മുന്നോട്ട് വരാനോ അവരുടെ മുഖം ഒന്ന് കാണിക്കാനോ തയ്യാറാവുന്നില്ല. പക്ഷെ ചേട്ടൻ ആ സ്ഥാനത്ത് വലിയ ഒരുപാട് ഇയാളിൽ നിന്നുള്ള അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഒരു കാറ്ററിംഗ് ചെയ്ത് ജീവിക്കുന്നവനായിരുന്നു. കഴിഞ്ഞ കോവിഡൊക്കെ സംഭവിച്ചപ്പോഴത്തേന് ഞാൻ വല്ലാതായിപ്പോയി. എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായി. അവസാനം ഞാൻ എൻ്റെ വണ്ടികളൊക്കെ വിറ്റുമൊക്കെ പിടിച്ചു നിന്നു. അങ്ങനെയാണ് അപ്പോഴൊരു എന്നെ ഈ കാറ്ററിംഗ് സമയത്ത് എന്നെ സഹായിക്കാൻ എൻ്റെ ബന്ധുക്കള് സുഹൃത്തുക്കള് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറച്ച് ഗോൾഡ് തന്നു, എല്ലാം ഗൾഫിലൊക്കെ ഉള്ളവർ. അങ്ങനെ ഈ ഗോൾഡ് ഇവൻ്റെ അണ്ടറിലാണ് പണയം വെച്ചത്. ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ അവനെ, കാരണം അത്ര എന്നോട് ചെയ്തത്. അപ്പൊ ഈ പണയം വെച്ച് കഴിഞ്ഞിട്ട് പുള്ളി ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ റെസിപ്റ്റ് ആർക്കും കൊടുക്കില്ല. റെസിപ്റ്റ് കൊടുക്കാതെ പറയും. അങ്ങനെ ലാസ്റ്റ് ബിസിനസ് പോയി എന്നറിഞ്ഞപ്പോൾ ഈ വീട്ടുകാർ സ്വർണം വേണമെന്നൊക്കെ നിർബന്ധിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ എൻ്റെ വണ്ടികളും ഒക്കെ കൊടുത്ത്, പാത്രങ്ങൾ വരെ, വാർപ്പ് വരെ കൊടുത്ത് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ജിനു സ്വർണം എടുക്കണം, കൊടുക്കണം. ആണ് അമ്മയ്ക്ക് ക്യാൻസർ. ആ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ ആദ്യം ആരംഭം വന്നു, ചികിത്സിച്ച് ഭേദമായി എന്നാണ് ഞാൻ അറിയാം. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞ് അമ്മയുടെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പൊ കിടക്കുന്നത്. എനിക്കും അമ്മയുണ്ട്, 96 വയസ്സ്, ഞാൻ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ മനോധർമ്മം മാത്രം മനസ്സിൽ കണ്ട് ഞാൻ ജിനുവിനോട് പറഞ്ഞു ഓക്കെ. പിന്നീട് കഴിഞ്ഞിട്ട് പറയുകയാണ് കോവിഡാണ്, അമ്മയ്ക്ക് കോവിഡായി, ഇവിടെ എല്ലാവർക്കും കോവിഡ്. അങ്ങനെ വർഷങ്ങൾ ഇവൻ കൊണ്ടുപോയി. എൻ്റെ മോളും മോനും ഞാനും കൂടെ അവൻ്റെ വീട്ടിൽ ചെന്നപ്പം അവൻ മാരകായുധമായിട്ട് പ്രേരിക്കാനാണ് വന്നത്, ആക്രമിക്കാനാണ് വന്നത്. 5 സെന്റ് അടങ്ങുന്ന 5 സെന്റും കൊച്ചു വീടുമായിരുന്നു. അത് കൊടുത്ത് ഞാൻ എൻ്റെ കടങ്ങൾ വീട്ടി. എല്ലാവർക്കും ഞാൻ കോയിൻ മേടിച്ചു കൊടുത്തു, ജീവിക്കണ്ടേ. അങ്ങനെ വാഴത്തോപ്പിൽ പോയി ഞാൻ ഒരു ഇച്ചിരി മരമൊക്കെ എടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന സമയം അതും ഇവന്റെ ഗ്യാങ്ങിൽപ്പെട്ട ആളായിപ്പോയി. ഈ ഹൗസ് ഓണർ ഒറ്റയ്ക്ക് എടുത്താൽ സാധാരണ ആദായം എടുത്തോന്നാണ്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഈ ആദായം വേറൊരു പാർട്ടിക്ക് മരം വരെ കൊടുത്തിരിക്കുക. അങ്ങനെ ഞാൻ പുള്ളിയെടുത്ത് എന്ന് പറഞ്ഞ് എനിക്ക് ജീവിക്കണം, ഞാൻ ഇത് പ്രതീക്ഷിച്ച ഉള്ള പൈസ നിങ്ങളുടെ തന്നെന്ന് പറഞ്ഞപ്പം ആ സ്പോട്ടിൽ ജിനു 3 ഗുണ്ടകളുമായിട്ട് അവിടെ വന്നു. അവസാനം ഞാൻ ജിനുവിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് എൻ്റെ സ്വർണം കിട്ടണം. അത് പോയി വേറെ മാറ്റു കുറഞ്ഞ സ്വർണം തരാൻ ഇത്ര രൂപ കൊണ്ടുവരണമെന്ന്. 36.5 ഗ്രാം സ്വർണം ഞാൻ പണയം വെക്കുന്നു. കൊണ്ട് 29,000 രൂപ കൊടുത്ത് ആ സ്വർണം എടുത്തു. ബാക്കി 90,000 രൂപ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് 28.5 ഗ്രാം സ്വർണം തരണം. 3 ആവർത്തി ഞാൻ പൈസ ഉണ്ടാക്കി, 3-4 ആവർത്തി. അതങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് പോയതല്ലാതെ ഇവൻ പറയുന്നത് അമ്മയ്ക്ക് അസുഖം അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതാണ് ഞാൻ എൻ്റെ മൊഴി. 1, റെസിപ്റ്റ് ചോദിച്ചാൽ റെസിപ്റ്റ് തരത്തില്ല. ആ അവസ്ഥയിൽ നിൽക്കുക ഇപ്പം.